ഹായ് ഫ്രണ്ട്സ്, ലീനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാവയ്ക്ക വറുത്തരച്ച് വയ്ക്കുന്ന ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണം അല്പം പോലും കുറയാതെ തന്നെ കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക വറുത്തരച്ച് കറി വയ്ക്കാം എന്നുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പാവയ്ക്കക്കറി, വറുത്തരച്ച പാവയ്ക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വറുത്തരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തേങ്ങ ആവശ്യത്തിന് മൊരിവായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക. കാരണം തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറട്ടെ. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ കറി തയ്യാറാക്കാൻ വേണ്ടി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ സവാള, ഇത് 3 ഞാൻ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക് നേരിയതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ചിലർ കറി വയ്ക്കുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് തിരുമ്മി വെക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വാലും. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് കറി വയ്ക്കും. അപ്പോൾ കയ്പ്പ് കുറയും. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഗുണം മൊത്തം പോവും. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഇതുപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്, മസാലയുടെ ഒക്കെ കൂട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് വാളംപുളി പിഴിഞ്ഞത് 1/2 ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഈ വാളംപുളി പിഴിഞ്ഞ ആ ഒരു ഗ്രേവിയിൽ കിടന്ന് ഒന്ന് കുക്കാവട്ടെ. ഇതാണ് നമ്മുടെ കറി കഴിക്കാതിരിക്കാനുള്ള ഒരു മാർഗം. അത് നമ്മളിതിൽ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പുളി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഈ പുളിവെള്ളത്തിലിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ശരിക്കും പാവയ്ക്ക ഈ പുളി രസം കയറി ആ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഉപ്പും പുളിയും ശരിക്കും പാവയ്ക്കയിൽ കയറി കഴിയുമ്പോൾ ആ കയ്പ്പ് രസം നമുക്ക് ഒട്ടും തന്നെ തോന്നില്ല. ചിലവർ ഈ പുളിക്ക് പകരം വിനാഗിരി ഒഴിക്കാറുണ്ട്. പക്ഷെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയിൽ ഈ കറിയിൽ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റായിട്ട് വരില്ല. ഇപ്പം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. മസാലയൊക്കെ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, തിളപ്പിച്ച വെള്ളം. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് ഒന്ന് കുറച്ച് നേരം ഇതിൽ തന്നെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്യാം. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
തേങ്ങ അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു മുറിയുടെ ആവശ്യമില്ല. നമുക്ക് ഒരു അരമുറി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്കിത് ഭംഗിയായിട്ട് വെക്കാൻ പറ്റും. ചിലർ തേങ്ങ ചേർക്കാതെ തന്നെ ഇതുപോലെ കറി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ വറുത്തരച്ച് വെച്ചത്. ഇപ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വറുത്തരപ്പിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ശരിക്കും മൂപ്പിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മളിതിൻ്റെ ഗുണം പോവാതെ തന്നെ അല്പം പോലും കയ്പില്ലാത്ത രീതിയിൽ വറുത്തരച്ച നമ്മുടെ പാവയ്ക്കക്കറി തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇങ്ങനെ കറി വെച്ച് കുട്ടികൾ പോലും കഴിക്കും, കയ്പിൻ്റെ പേരിൽ കഴിക്കാതെ മാറ്റി വയ്ക്കില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പാവയ്ക്കക്കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.